ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളൊന്നായ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളിപ്പറേണ്ട കാര്യമില്ല. നോക്കൂ, ഫലസ്തീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുകയാണ്, പോരടിക്കുകയാണ്, പരസ്പരം ചീത്ത വിളിക്കുകയാണ്. ഫലസ്തീനിന്റെ പേരിൽ ഇവിടെ കിടന്നുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചാൽ, ചീത്ത വിളിച്ചാൽ ആ ഗസയിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങൾ അവസാനിക്കുമോ? ഒരിക്കലുമില്ല. നോക്ക്, നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളുമുണ്ട്. പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, പല ആചാരങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള ആളുകൾ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അങ്ങനെ എല്ലാ സമൂഹവും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും അവരവർ പറയുന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം അത് ശരിയാണെന്ന് ഞാൻ പറയുമ്പോൾ അത് മറ്റുള്ള ആളുകൾ അത് സമ്മതിക്കണമെന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടേതായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവർ ന്യായീകരിച്ചുകൊണ്ട് അതിനെ തെറ്റാണെന്ന് പറയും. ഞാൻ പറയുന്ന കാര്യം മാത്രമാണ് ശരി, അതുമാത്രമാണ് ശരിയെന്ന് മറ്റുള്ളവരോട് നമുക്കൊരിക്കലും ധാർഷ്ട്യം പിടിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളുണ്ട്, അവരുടേതായ ശരിയുണ്ട്. അത്തരത്തിൽ നമ്മൾ പറയുന്ന ശരിയെ മറ്റുള്ള വ്യക്തികൾ അത് തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാം. കാരണം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം. നേരെ മറിച്ചൊരു വ്യക്തിയെ കളിയാക്കിയോ വിമർശിച്ചോ അദ്ദേഹത്തെ ആക്ഷേപിച്ചോ അദ്ദേഹത്തിനെതിരെ കൊലവിളി നടത്തിക്കൊണ്ടാകരുത് നമ്മുടെ നിലപാടുകളും നമ്മുടെ മറുപടിയുമൊക്കെ. നോക്കിയൊരു വിഷയത്തിൽ ഞാൻ അഖിൽ മാരാറിനെ അനുകൂലിക്കുകയല്ല. എനിക്കും അഖിൽ മാരാർ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് വിയോജിപ്പുണ്ട്. ഞാൻ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇന്നും പറയുന്നു, ഫലസ്തീനിൽ അവിടെയുള്ള പാവപ്പെട്ട പിഞ്ചോമന മക്കളെയും നിരാലംബരായ മനുഷ്യരെ ഇസ്രായേൽ ഭരണകൂടം കൊന്നൊടുക്കുന്നത് അത് വലിയ കൊടും ക്രൂരത തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും ആ ക്രൂരത ചെയ്തു കൂട്ടുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അത്തരത്തിൽ ആ കൊടും ക്രൂരത ആ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ടി ശബ്ദിക്കാം. അതുമാത്രമേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാകണം നമ്മൾ ആ ജനതയെ ചേർത്ത് പിടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് കൊലവിളി നടത്തിയതുകൊണ്ടും പരസ്പരം തമ്മിലടിച്ചതുകൊണ്ടും പരസ്പരം ചീത്ത വിളിച്ചതുകൊണ്ടൊന്നും ഗസയിൽ അവിടെ ഇസ്രായേൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂരതകൾ അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല.